അപ്പോൾ നമ്മൾ ഡബ്ല്യൂയുടെ കോസറ്റുകൾക്കിടയിൽ ഒരു അഡീഷൻ ഡിഫൈൻ ചെയ്തു. ആ അഡീഷൻ വെൽ ഡിഫൈൻഡ് ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബ്ല്യൂവിൻ്റെ കോസറ്റുകൾക്കിടയിൽ ഒരു സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യലാണ്. പോസിറ്റീവ് ഒന്ന് വായിച്ചു നോക്കുക. ഡബ്ല്യൂവിൻ്റെ കോസറ്റുകൾക്കിടയിൽ ഒരു സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് വി പ്ലസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞ കോസറ്റിനെ സി എന്ന് പറഞ്ഞ സ്കാലറോട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് സി വി പ്ലസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞ ഈ കോസറ്റാണ്. ഇവിടെ നമ്മൾ നേരത്തെ കോസറ്റുകൾക്കിടയിൽ അഡീഷൻ ഡിഫൈൻ ചെയ്തപ്പം അതിനൊരു മോട്ടിവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ഡിഫൈൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ അഡീഷൻ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ചോദിക്കാവുന്നതാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ സിയും ഈ കോസറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതാണ് റിസൾട്ട് എന്ന് പറയാൻ കാരണം, വൈ ദിസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ, അത് നമുക്ക് ചോദിക്കാവുന്നതാണ്. മാത്രമല്ല അഡീഷൻ വെൽ ഡിഫൈൻഡ് ആണോ, നമ്മൾ നേരത്തെ കൊണ്ടുവന്ന അഡീഷൻ വെൽ ഡിഫൈൻഡ് ആണോ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും ഈ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇതൊക്കെ സ്വയം ട്രൈ നോക്കണോ. ഞാൻ ഇവ കംപ്ലീറ്റ് അങ്ങ് ചെയ്യട്ടെ. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ ഒരു മോട്ടിവേഷൻ പറയാൻ പോവുകയാണ്. അത് ഈസിയാണ്. അതായത് ഈ വി പ്ലസ് ഡബ്ല്യൂവിൻ്റെ അകത്ത് നിന്ന് ഒരു വെക്ടർ എടുത്തിട്ട് അതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ കിട്ടുന്ന വെക്ടർ ഈ കോസറ്റിൽ വരുമെന്ന് കാണാൻ പറ്റും. ഞാൻ കാണിക്കാതെ ഇവിടെ മനസ്സിലായോ? ഈ വി പ്ലസ് ഡബ്ല്യൂവിനകത്ത് നിന്ന് ഇഷ്ടമുള്ളൊരു വെക്ടർ എടുക്കുക, എന്നിട്ട് അതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു വെക്ടർ കിട്ടൂലേ, ആ കിട്ടുന്ന വെക്ടർ ഈ കോസറ്റിൽ വരുമെന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ തിരിച്ചും പറയാൻ പറ്റും. അതായത് ഈ കോസറ്റിൻ്റെ അകത്തൊരു വെക്ടർ എടുക്കുക, സി വി പ്ലസ് ഡബ്ല്യൂ തന്നെ കോസറ്റിൻ്റെ അകത്ത് തിരിച്ച് പറയുന്നത് ഒരു ഒറ്റ എക്സെപ്ഷൻ കിട്ടോ, സി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഒക്കെ പ്രൂവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ തിരിച്ച് പറയുമ്പം സി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, ദി സ്കാലാർ ഈസ് നോൺ സീറോ ആണെങ്കിൽ ഈ കോസറ്റിൻ്റെ അകത്തൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടറിനെ സി ഇൻറ്റു എ വെക്ടർ ഫ്രം ദിസ് കോസറ്റ് എഴുതാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ കോസറ്റിൻ്റെ അകത്തുള്ള ഒരു വെക്ടർ എടുത്തിട്ട് അതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഈ കോസറ്റിൽ വരുന്നുണ്ട്. മാത്രമല്ല ഈ കോസറ്റിൻ്റെ അകത്തൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടറിനെ സി ഇൻറ്റു എ വെക്ടർ ഫ്രം ഹിയർ എന്ന് എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് സി ഇൻറ്റു ദിസ് കോസറ്റ് ഇസ് ഈക്വൽ ടു ദിസ് കോസറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു പ്യുവർ മാത്തമാറ്റിക്കൽ റീസണായിട്ട് ഞാൻ പറയുന്നത്. ആക്ച്വലി ഇതൊക്കെ ഒരു അപ്ലൈഡ് രീതിയിൽ പറയാം കേട്ടോ. ഞാൻ ഗാമ മാത്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, കോഷ്യൻ സ്പേസ് ത്രൂ ദി ഐസ് ഓഫ് ബ്ലൈൻഡഡ് കളർ ബ്ലൈൻഡഡ് പേഴ്സൺ എന്ന് പറഞ്ഞൊരു എഴുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ എഴുത്ത് വായിച്ചവർക്ക് ഇതൊക്കെ നാച്ചുറലി അയാളുടെ ഒരു വ്യൂ പോയിന്റിൽ ഇത് നാച്ചുറലി മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ അത്ര ഒരു അറ്റംപ്റ്റ് ഞാൻ വീഡിയോയിൽ നടത്തുന്നില്ല, നമ്മളിങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പം ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇവിടുന്ന് ഒരു വെക്ടർ എടുത്ത് വി പ്ലസ് ഡബ്ല്യൂവിനകത്തുള്ള ഒരു വെക്ടർ എടുത്തിട്ട് അതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എത്തുന്നു. ഇവിടെ ഉള്ളൊരു വെക്ടർ കിട്ടും, ഞാൻ കാണിക്കാൻ പോവാണ്. സോ ഈസി, നിങ്ങൾ പോസ് ചെയ്ത് ട്രൈ നോക്കും സ്വന്തം. സോ വളരെ ഈസിയാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ. അതായത് ഈ വി പ്ലസ് ഡബ്ല്യൂവിനകത്ത് ഒരു വെക്ടർ എടുത്തു, എന്നിട്ട് അതിനെ ഈ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നോക്കുക, ഈ സി ഡബ്ല്യൂ എന്ന് പറഞ്ഞ വെക്ടർ എവിടെ ഉണ്ടാവും, ഡബ്ല്യൂയിലുണ്ടാവും. കാരണം എന്താ, ഡബ്ല്യൂ സബ്സ്പേസ് ആണ്. അപ്പോൾ ഇത് സി ഡബ്ല്യൂയിലുള്ളത് കൊണ്ട് നമുക്ക് പറയാം ദിസ് വെക്ടർ ഈസ് ഇൻ സി വി പ്ലസ് ഡബ്ല്യൂ എന്ന് പറയാം അല്ലേ. അപ്പം ഇവിടുന്ന് ഒരു വെക്ടർ എടുത്തിട്ട് അതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തുമെന്ന് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ഓക്കെ, നൈസ്. ഇനി ഇതേപോലെ ഇതിൻ്റെ കോൺവേഴ്സ് നോക്കൂ. ഇതിൻ്റെ കോൺവേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കോൺവേഴ്സ് പറയുമ്പം സി ഈക്വൽ ടു 0 ആകുമ്പം, നമ്മുടെ സ്കാലാർ സി 0 ആകുമ്പോൾ മാത്രം ഇതിൻ്റെ കോൺവേഴ്സ് പറയാൻ പറ്റില്ല. അപ്പോൾ സി നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഇതിൻ്റെ കോൺവേഴ്സ് പറയാം. സി ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് ഈ പ്രൂഫ് നോക്കിയാൽ മനസ്സിലാവും. സോ സപ്പോസ് ദി സ്കാലാർ സി നോട്ട് ഈക്വൽ ടു 0, അപ്പോൾ നമ്മൾ എന്താ കാണിക്കേണ്ടത്, സി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സി വി പ്ലസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഈ കോസറ്റിനകത്തുള്ളൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടറിനെ സി ഇൻറ്റു എ വെക്ടർ ഫ്രം ഹിയർ എന്ന് എഴുതാൻ പറ്റുന്നു കാണിക്കണം. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ കോസറ്റിനകത്തൊരു വെക്ടർ എടുത്തു, സി വി പ്ലസ് ഡബ്ല്യൂ ബിലോങ്സ് ടു സി വി പ്ലസ് ക്യാപിറ്റൽ ഡബ്ല്യൂ. ഇനി ആ വെക്ടറിനെ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. എഴുതാം. ഇവിടെ 1/c എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, സി നോട്ട് ഈക്വൽ ടു 0 ആണ്. 1/c എന്താ, സിയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലേ. അപ്പോൾ സി നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ 1/c എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് സി വി പ്ലസ് ഡബ്ല്യൂ ഈക്വൽ ടു സി ഇൻറ്റു വി പ്ലസ് 1/c ഇൻറ്റു ഡബ്ല്യൂ എന്ന് എഴുതാം. ഇനി നോക്കൂ, ഈ 1/c ഇൻറ്റു ഡബ്ല്യൂ എവിടെ ഉണ്ടാവും, ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡബ്ല്യൂയുടെ എലമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഡബ്ല്യൂ സബ്സ്പേസ് ആയതുകൊണ്ട് തന്നെ 1/c ഇൻറ്റു ഡബ്ല്യൂ എവിടെ ഉണ്ടാവും, അതും ക്യാപിറ്റൽ ഡബ്ല്യൂ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വി പ്ലസ് 1/c ഇൻറ്റു ഡബ്ല്യൂ എന്ന് പറഞ്ഞ എലമെൻറ്റ് എവിടെ ഉണ്ടാവും, വി പ്ലസ് ഡബ്ല്യൂ തന്നെ ഈ കോസറ്റിലുണ്ടാവും. ക്ലിയർ അല്ലേ? സോ ഞാൻ ഇവിടുന്ന് എടുത്ത് സി വി പ്ലസ് ഡബ്ല്യൂവിനെ സി ഇൻറ്റു എ വെക്ടർ ഫ്രം ഹിയർ എന്ന് ഇതിലേ അല്ലേ. സി ഇൻറ്റു ഈ സാധനം ഇതെവിടുത്തെ എലമെൻ്റാണ്, ഈ വി പ്ലസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞ കോസറ്റിലെ എലമെൻ്റാണ് അല്ലേ. അപ്പം ഞാൻ
ഇവിടെ നിന്നെടുത്ത സി വി പ്ലസ് ഡബ്ല്യുവിനെ ഞാൻ സി ഇൻറ്റു എ വെക്റ്റർ ഫ്രം വി പ്ലസ് ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് എഴുതി അല്ലേ. ഇവിടെ നിന്നെടുത്തൊരു എലമെൻറ്റിനെ സി ഇൻറ്റു എലമെൻറ്റ് ഫ്രം ഹിയർ എന്ന് എഴുതി. സോ കോൺവേഴ്സ് കിട്ടി. അപ്പം സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ തെറ്റില്ല. ഇറ്റ്സ് എ ഗുഡ് ഡെഫിനിഷൻ. ഇനി നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഈ വെൽ ഡിഫൈൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നത് എപ്പോഴാണ്? ഒരേ കോസറ്റിന് പല പേരുകൾ വരുമ്പോഴാണ്. അപ്പം ഇവിടെ നോക്കുക, നമ്മുടെ സ്പേസിൽ ഒരു വെക്റ്റർ വി പ്രൈം ഇട്ട് വിചാരിക്കുക. സോ ദാറ്റ് വി പ്രൈം മൈനസ് വി ഡബ്ല്യൂയിൽ വരുന്നുണ്ട്, വി പ്രൈം മൈനസ് ദിസ് വി ഡബ്ല്യൂയിൽ വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പം വിയും വി പ്രൈം ഉപയോഗിച്ചുണ്ടാക്കുന്ന കോസറ്റുകൾ സെയിം ആയിരിക്കുമല്ലോ അല്ലേ. വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു വി പ്രൈം പ്ലസ് ഡബ്ല്യു എന്ന് പറയാം. അപ്പം ഒരേ കോസറ്റിന് രണ്ട് പേര് വന്നു. ഇനി സി ഇൻറ്റു ദിസ് കോസറ്റ്, സി ഇൻറ്റു വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു എന്തായി മാറും? സി ഇൻറ്റു വി പ്രൈം പ്ലസ് ഡബ്ല്യു എന്ന് പറയാം അല്ലേ. കാരണം രണ്ടും ഒരേ കോസറ്റാണ്, ഇരട്ട പേരുകൾ മാത്രമാണ്. ഒരു കോസറ്റിൻ്റെ ഒരു പേരാണ് വി പ്ലസ് ഡബ്ല്യു, അതേ കോസറ്റിൻ്റെ മറ്റൊരു പേരാണ് വി പ്രൈം പ്ലസ് ഡബ്ല്യു. സോ ഇനി പക്ഷേ ഈ പേര് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയാണെങ്കിൽ ഉത്തരം എന്താ വരിക? ഈ റൂൾ പ്രകാരം സി വി പ്രൈം പ്ലസ് ഡബ്ല്യു എന്നാണ്. പക്ഷേ നമ്മൾ ഈ പേര് ഉപയോഗിച്ചാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നതെങ്കിലോ നമുക്ക് ഉത്തരം വരിക സി വി പ്ലസ് ഡബ്ല്യു ആണ്. അപ്പോൾ ഉത്തരം മാറാൻ പറ്റുമോ? ഇല്ലല്ലോ. സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ ഏത് പേര് ഉപയോഗിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഒരേ ഉത്തരം കിട്ടണം. അപ്പം ഈ പേര് ഉപയോഗിക്കുമ്പം ഈ ഉത്തരവും ഈ പേര് ഉപയോഗിക്കുമ്പോൾ ഈ ഉത്തരവും അങ്ങനെ പറ്റില്ല. പക്ഷേ നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും ഈ രണ്ട് കോസറ്റും ഒരേ കോസറ്റ് തന്നെയാണ്, ഈ കോസറ്റിൻ്റെ ഇരട്ടപ്പേര് തന്നെയാണ് ഇത് എന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ പ്രശ്നമല്ല, ദിസ് ഈക്വൽ ടു ദിസ് എഴുതാൻ പറ്റും. പോസ് ചെയ്ത് ട്രൈ ചെയ്തോളൂ. ഇവിടെ ഞാൻ ചെയ്തത് ഈ സി വി പ്രൈമിൽ ഈ സി വി ഞാൻ കുറച്ചു, സി വി പ്രൈം മൈനസ് സി വി. ഇതിന് എനിക്ക് ഇങ്ങനെ എഴുതാലോ, സി ഇൻറ്റു വി പ്രൈം മൈനസ് വി എഴുതാലോ. ഇനി ഇവിടെ ഈ വി പ്രൈം മൈനസ് വി അവിടെ ഉണ്ട്, ഡബ്ല്യൂലുണ്ട്. ഡബ്ല്യു ഒരു സബ്സ്പേസ് അല്ലേ, അതുകൊണ്ട് സി ഇൻറ്റു വി പ്രൈം മൈനസ് വി എവിടെ ഉണ്ടാവും? അതും ഡബ്ല്യൂലുണ്ടാവും. അപ്പം ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡിഫറൻസ് എവിടെ എത്തി? ഡബ്ല്യൂലെത്തി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഡബ്ല്യൂക്ക് ഉണ്ടാക്കുന്ന കോസറ്റുകൾ സെയിം ആയിരിക്കില്ലേ? അത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തല്ലേ അല്ലേ. അപ്പം ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡിഫറൻസ് ഡബ്ല്യൂലെത്തിയതുകൊണ്ട് തന്നെ ഈ രണ്ട് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഡബ്ല്യൂക്ക് ഉണ്ടാക്കുന്ന കോസറ്റുകൾ സെയിം ആയിരിക്കും. അതല്ലേ ഈ എഴുതിയത് അല്ലേ. സി വി പ്രൈം പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ കോസറ്റും സി വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ കോസറ്റും സെയിം ആയിരിക്കണം. കാരണം എന്താ? ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഡിഫറൻസ് ഡബ്ല്യൂലുണ്ട്. അതായത് ഈ സി വി പ്ലസ് ഡബ്ല്യുവും ഈ സി വി പ്രൈം പ്ലസ് ഡബ്ല്യുവും സെയിം തന്നെയാണ്, ദേ ആർ നോട്ട് ഡിഫറെൻറ്റ് അല്ലേ. അപ്പം വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു വി പ്രൈം പ്ലസ് ഡബ്ല്യു ആണെങ്കിൽ സി ഇൻറ്റു വി പ്ലസ് ഡബ്ല്യുവും സി ഇൻറ്റു വി പ്രൈം പ്ലസ് ഡബ്ല്യുവും ഡിഫറെൻ്റ് ആയി പോകുന്നില്ല, ദേ ആർ സെയിം അല്ലേ. നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇതാണ്, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇതാണ്. പക്ഷേ ആ രണ്ട് ഉത്തരവും സെയിം ആണ് നമുക്ക് കിട്ടി. സോ ദിസ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് വെൽ ഡിഫൈൻഡ്. ഡൗട്ടുകൾ സ്വാഭാവികമായിട്ടോ ഇവിടെയൊക്കെ ഡൗട്ട് വരാം, നിങ്ങളത് ചോദിക്കണം കേട്ടോ. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കമൻറ്റ് ബോക്സിൽ തരാം, അത് ഉപയോഗപ്പെടുത്തി ചോദിക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടാവും ഒക്കെ ചോദിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡബ്ല്യുവിൻ്റെ കോസറ്റുകൾക്കിടയിൽ ഒരു നല്ല അഡീഷനും ഒരു നല്ല സ്കാലർ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഡിഫൈൻ ചെയ്തു. ഇനി ഞാനൊരു ചോദ്യം ചെയ്തട്ടെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കോളൂ. ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ഡബ്ല്യുവിൻ്റെ കോസറ്റുകളുടെ കളക്ഷനിലെ, അതായത് സെറ്റ് ഓഫ് ഓൾ കോസറ്റ്സ് ഓഫ് ഡബ്ല്യു, ആ സെറ്റിൽ നമ്മളിപ്പോൾ ഒരു അഡീഷൻ ഡിഫൈൻ ചെയ്തു, ഒരു സ്കാലർ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഡിഫൈൻ ചെയ്തു. സോ ദി സെറ്റ് ഓഫ് ഓൾ കോസറ്റ്സ് ഓഫ് ഡബ്ല്യു ഈസ് എ വെക്റ്റർ സ്പേസ് വിത്ത് ദിസ് അഡീഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ കാണിക്കാനാണ് നമ്മോട് ഈ പ്രോബ്ലം ആവശ്യപ്പെടുന്നത്. ഇതൊരു ഈസി വെരിഫിക്കേഷനാണ്. ഈ നമ്മൾ വെക്റ്റർ സ്പേസ് ആവണമെങ്കിൽ അതിൽ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആവണം, അസോസിയേറ്റീവ് ആവണം, ഐഡൻറ്റിറ്റി ആവണം, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസൊക്കെ അല്ലേ. അപ്പം ആ പ്രോപ്പർട്ടീസൊക്കെ ഈ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുക. അതൊരു ഈസി വെരിഫിക്കേഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടും ദ സെറ്റ് ഓഫ് ഓൾ കോസറ്റ്സ് ഓഫ് ഡബ്ല്യു ഈസ് എ വെക്റ്റർ സ്പേസ് വിത്ത് ദീസ് ഓപ്പറേഷൻസ് കാണാൻ പറ്റും. അതൊരു ഈസി വെരിഫിക്കേഷനാണ്, നിങ്ങൾ സ്വന്തം ചെയ്തോളുക. ഇനി ഈ വെക്റ്റർ സ്പേസിൻ്റെ ഒരു പേരുണ്ട്, ആ പേര് ഞാൻ ഇവിടെ എഴുതാം. ഈ വെക്റ്റർ സ്പേസിൽ നമ്മൾ വിളിക്കുക കോഷ്യൻ സ്പേസ് ഓഫ് വി മോഡുലോ ഡബ്ല്യു. അതിനെ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്? വി മോഡ് ഡബ്ല്യു. ഇതെങ്ങനെ കിട്ടുക? വീൻ്റെ സബ്സ്പേസായ ഡബ്ല്യു എടുക്കുക, എന്നിട്ട് ആ ഡബ്ല്യുവിൻ്റെ എല്ലാ കോസറ്റുകളും ഉള്ള ആ സെറ്റ് പരിഗണിക്കുക, സെറ്റ് ഓഫ് ഓൾ കോസറ്റ്സ് ഓഫ് ഡബ്ല്യു. ആ സെറ്റിൽ ഈ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പുതിയ വെക്റ്റർ സ്പേസ് കിട്ടും. ആ വെക്റ്റർ സ്പേസിനെയാണ് നമ്മൾ വി മോഡുലോ ഡബ്ല്യു എന്ന് വിളിക്കുക. കോഷ്യൻ സ്പേസ് ഓഫ് വി മോഡുലോ ഡബ്ല്യു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, ഞാൻ വീണ്ടും പറയാം കേട്ടോ.